ഹലോ ഫ്രണ്ട്സ്, വൈക്കിങ്സുകൾ എന്നാൽ എന്താണ്, ആരാണ്? അവർ ഒരു പ്രത്യേകം ജനമാണ്. ഒരു ജനം എന്ന് വെച്ചാൽ ഭീകരന്മാരായ ഒരു ജനം. നാവികരെന്നും കടൽ യാത്ര എന്നും ഒക്കെ കേൾക്കുമ്പോൾ മിക്കവരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് ആരൊക്കെയാണ്? ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, സ്പെയിൻകാർ, ഫ്രഞ്ച്, ബ്രിട്ടീഷ് നാവികർ ഇവരൊക്കെയാവും അല്ലേ? ശരിയാണ്. ഒരു കാലത്ത് കടൽ കടന്ന് നാടുകൾ കണ്ടുപിടിച്ചും കോളനികൾ സ്ഥാപിച്ചും കടലിലും കരയിലും കൊള്ള നടത്തിയും ലോകം അടക്കി ഭരിച്ചവർ തന്നെയായിരുന്നു അവർ. എന്നാൽ ഇവർക്കൊക്കെ മുൻപ് രാജ്യങ്ങൾക്ക് തന്നെ പേടി സ്വപ്നമായിരുന്ന ഒരു വിഭാഗമായിരുന്നു വൈക്കിങ്സ്. സ്കാൻഡിനേവിയൻ മേഖല എന്നറിയപ്പെടുന്ന മേഖലയിലായിരുന്നു ഇവർ. സ്കാൻഡിനേവിയൻ മേഖല എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഡെൻമാർക്ക്, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ ചേർന്നുള്ള ഒരു പ്രദേശമായിരുന്നു. നിരവധി നാവികർക്ക് ഒന്നിച്ച് സഞ്ചരിക്കാവുന്ന നീണ്ട ബോട്ടുകൾ കണ്ടുപിടിച്ചു എന്നതാണ് ഇവരുടെ സാങ്കേതിക നേട്ടം. ഈ നീണ്ട ബോട്ടുകൾ ലോങ് ഷിപ്സ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറുകയും അവിടം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ കടൽ വഴിയുള്ള ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് വളരെ മുൻപ്, അതായത് 8-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടം വരെയായിരുന്നു വൈക്കിങ്സുകളുടെ വിളയാട്ടം. ഫ്രാൻസ്, ബ്രിട്ടൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇവരുടെ പ്രധാന ഇരകളായിരുന്നു. ഈ കാലഘട്ടത്തെ വൈക്കിംഗ് ഏജ് എന്നാണ് പറയുന്നത്. അപ്രതീക്ഷിതമായി ഒരു പ്രദേശത്ത് കടന്നു കയറുകയും അവിടം ആക്രമിച്ച് പരമാവധി കൊള്ളയടിച്ച് ഞൊടിയിടയിൽ പിൻവാങ്ങുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ രീതി. പിന്നീട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായ ബ്രിട്ടീഷുകാർ, പോർച്ചുഗീസുകാർ, സ്പെയിൻകാർ ഇവരൊക്കെ ചെയ്തതുപോലെ തങ്ങൾ കണ്ടുപിടിച്ച രാജ്യങ്ങളിൽ കച്ചവടം നടത്തുകയോ സൈനിക ആക്രമണങ്ങൾ നടത്തി അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയോ ഇവർ ചെയ്തില്ല. ചരിത്രത്തിൽ വിവിധ പ്രദേശങ്ങൾ നേടിയ പുരോഗതിയുടെ പിന്നാമ്പുറം രക്തച്ചൊരിച്ചിലിന്റെയും കടന്നാക്രമണത്തിന്റെയും കൊള്ളയുടെയും ഒക്കെ ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണ് വൈക്കിങ്സുകളുടെ സ്മരണ നമുക്ക് നൽകുന്നത്. നന്ദി.